അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എട്ടുകാലിയെ കൊല്ലൽ സുന്നത്താണ്, അത് ശരിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എട്ടുകാലി പിശാച്ചാണ്, അതുകൊണ്ട് എട്ടുകാലിയെ നിങ്ങൾ കൊല്ലുക. ഫൈലുൽ ഖദീൽ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹലബി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, എട്ടുകാലിയുടെ വലയിൽ നിന്ന് നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങൾ ശുദ്ധിയാക്കുക. കാരണം അവ നിൽക്കാതിരിക്കാൻ ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നതാണ്. കർമ്മശാസ്ത്രം. എട്ടുകാലിയെ കൊല്ലുന്നതിൻ്റെ വിധി എന്താണെന്ന് നോക്കാം. ഇമാം ഷെയ്ഖ് സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, പാമ്പ്, തേള്, കടിക്കുന്ന പട്ടി, അട്ട, ചെള്ള്, ബുദ്ധിമുട്ടാക്കുന്ന എല്ലാ ജീവികളും കൊല്ലൽ സുന്നത്തായതിൽ പെട്ടതാണ്. അസ്നുൽ മത്വാലിബ് എന്ന ഗ്രന്ഥത്തിൽ 1514 കാണാം. ഇമാം ശിഹാബുദ്ദീൻ റംലി ഇമാം ഇബ്നു ഹജറിൽ ഹൈത്തമി റളിയല്ലാഹുവിൻ്റെ ഗുരുനാഥൻ വിശദീകരിക്കുന്നു, ബുദ്ധിമുട്ടാക്കുന്ന ജീവി എന്നതിൽ എട്ടുകാലികൾ ഉൾപ്പെടും. അതിനെ കൊല്ലൽ സുന്നത്താണ്. കാരണം അത് വിഷജീവിയാണെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുത്തപ്പെടേണ്ട ധാരണ. പൊതുജനങ്ങളിൽ കുറേ പേർ എട്ടുകാലിയെ കൊല്ലാൻ സമ്മതിക്കില്ല. അത് ഗുഹാമുഖത്ത് കൂടുകെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകിയ ജീവിയാണല്ലോ എന്നാണ് അവർ ന്യായം പറയുന്നത്. ഈ ന്യായപ്രകാരം പ്രാവിനെ അറുക്കാൻ പാടില്ലെന്ന് വരുമല്ലോ. പ്രാവും ഗുഹാമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകിയ ജീവിയാണല്ലോ. എന്നാൽ പ്രാവിനെ അറുത്ത് തിന്നാമല്ലോ. ആശിയത്ത് റംലി 1514 കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എട്ടുകാലിയെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, എട്ടുകാലിക്ക് അള്ളാഹു പ്രതിഫലം നൽകട്ടെ, കാരണം അത് ഗുഹയിൽ എനിക്ക് വലകെട്ടി സംരക്ഷണം നൽകിയിട്ടുണ്ട്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു, ഗുഹാമുഖത്ത് വലകെട്ടിയ എട്ടുകാലിയെ മാത്രം ഉദ്ദേശിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത ഹദീസിൽ പറഞ്ഞത്. എട്ടുകാലിയെ കൊല്ലൽ സുന്നത്തെന്ന് പഠിപ്പിച്ചത് എട്ടുകാലി വർഗം മുഴുവനത്തിലുമാണ്. ഫൈലുൽ ഖദീൽ കാണാം. വൈറസിനെ സൂക്ഷിക്കുക. ഫുഖഹാക്കൾ ഒരു വിധി പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന രീതിയാണ് അഹ്ലുസുന്നക്കുള്ളത്. അതിന് ഹദീസുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് സ്വഹീഹാണോ എന്നാണെന്നും മുഖല്ലദീങ്ങൾ നോക്കേണ്ടതില്ല. പക്ഷേ ഇന്ന് അത്തരം ശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് അപകടം പിടിച്ച വൈറസാണ്. നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.